ഹായ് മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഇൽപാലസ് മ്യൂസിയത്തിലെ പ്രഭാത സവാരിക്കാരാണ്. ഞങ്ങൾ കുട്ടനാടിൻ്റെ ആ സൗന്ദര്യം നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി രാവിലെ 5:30 മണിക്ക് ഉൾക്കാളടയിലേക്ക് പോകുന്നു. 7:30 മണിയോടുകൂടി കുട്ടനാടിൻ്റെ ശാന്ത പ്രദേശമായ കൈനഗിരി ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഈ ഭാഗത്ത് രണ്ട് സൈഡിലും കാണാം കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗി. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ബോട്ടിൻ്റെ ബോട്ട് ഉടമയും ഇതിൻ്റെ ഡ്രൈവറും ആണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത്. മിഥുൻ, ഈ ബോട്ടിൻ്റെ പേരും മിഥുൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഷിക്കാര ബോട്ടാണ്. ഈ ഷിക്കാര ബോട്ട് ഞങ്ങൾക്കിവിടെ അറേഞ്ച് ചെയ്തു തന്ന സാരഥിയാണ് മിസ്റ്റർ സിബി. ഇവരൊരു ടൂറിസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് ടൈപ്പിലാണ് ഇത് നടത്തുന്നത്. ഈ കുട്ടനാടിൻ്റെ സൗന്ദര്യം നമുക്ക് കാണുവാൻ ഇവിടെ വരുവാനും എല്ലാം സാധിച്ചത് നഹയാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിക്കാണ്. ഇവിടെ കാണാൻ നമുക്ക് ധാരാളം ഹൗസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. അതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഹൗസ് ബോട്ട് വരുന്നുണ്ട്. എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ വള്ളങ്ങളും പോകുന്നത് കാണാം. ചെറിയ ചെറിയ വള്ളങ്ങൾ ആ സൈഡിൽ കാണാൻ ചെറിയ ചെറിയ വള്ളങ്ങൾ പോകുന്നത്. ആ സൈഡിൽ ചെറിയ ചെറിയ വള്ളങ്ങൾ പോകുന്നത് കാണാം. ഹൗസ് ബോട്ടുകൾ ധാരാളമുണ്ട്. 10 പേർക്കും 10 ഫാമിലി, അതായത് 20 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇതാ വരുന്നു അടുത്ത ഹൗസ് ബോട്ട്. ഇതൊരു ചെറിയ ഹൗസ് ബോട്ടാണ്, ലക്ഷറിയാണ് അല്ലേ? ലക്ഷറി, അതായത് മറ്റേ ഒരു എല്ലാവിധ അമ്യൂണിറ്റീസും എല്ലാവിധ അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ജനകീയ ബോട്ടാണ് വരുന്നത്. ജനകീയ ബോട്ട്, കേരള സർക്കാരിൻ്റെ ബോട്ട് വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഈ ഭാഗം എല്ലാം വന്ന് ഒരു ദിവസം കാണുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട്. ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണ്. ഭക്ഷണം കഴിക്കാത്തതിന് ഒരു കുഴപ്പമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിന് ഒരു കുഴപ്പമുണ്ട്. കേട്ടോ, കേരള ഗവൺമെന്റിന്റെ ബോട്ട് വരുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ ബോട്ടാണ്. നമ്മുടെ നാട്ടിൽ ട്രാൻസ്പോർട്ട് ബസ് പോകുന്ന പോലെയാണ് ഇവിടെ ബോട്ട് സർവീസ് നടക്കുന്നത്. കാരണം ഇവിടേക്ക് കരുമാറിനുള്ള യാത്രയില്ല, ജലാശയത്തിലുള്ള യാത്ര മാത്രമേയാണുള്ളത്. എന്തുകൊണ്ടും വളരെ അനുഭൂതി പകരുന്ന ഒരു ഇടമാണ് ഈ കുട്ടനാടൻ പ്രദേശങ്ങളും. എല്ലാവർക്കും ഒരു ദിവസം വന്ന് കാണാൻ കിട്ടുന്ന ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ.